السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. أعوذ بكلمات الله التامات من شر ما خلق. بسم الله بابنا تبارك حيطاننا ياسين سقفنا കാഫ് ഹാ യാ ഐൻ സ്വാദ് കിഫായത്തുന ഹാമീം ഐൻ സീൻ ഖാഫ് ഹിമായത്തുന ഫസയകഫീകഹുമുല്ലാഹു വഹുവ സമീഉൽ അലീം. ബഹുമാന്യനായ അധ്യക്ഷൻ, സുന്നി യുവജന സംഘത്തിൻ്റെ കോഴിക്കോട് ജില്ലാ ഉപാധ്യക്ഷൻ KP കോയ ഹാജി അവർകൾ, ബഹുമാന്യനായ സുന്നി യുവജന സംഘത്തിൻ്റെ കോഴിക്കോട് ജില്ലാ നേതാക്കൾ, സ്വാഗത സംഘത്തിൻ്റെ ഭാരവാഹികൾ, ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭത്തെ കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു അവൻ്റെ നിരവധി നിഅമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗ്ഗലോകത്ത് നമ്മെ ഈ നാമവുമായി ബന്ധപ്പെട്ടവരെയും നമ്മോട് ദുആ ചെയ്യാൻ വസീയത്ത് ചെയ്തവരെയും നാം ഇഷ്ടപ്പെടുന്നവരെയും നമ്മെ പ്രിയം വെക്കുന്നവരെയും നമ്മുടെ അഭ്യുദയകാംക്ഷികളെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഇന്ന് മഹാനായ വാവാട് ഉസ്താദിൻ്റെ ആണ്ട് ദിവസം കൂടിയാണ്. SYSൻ്റെ ആമില സമിതി അംഗങ്ങൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന വാവാട് ഉസ്താദിൻ്റെ മഖബറ സിയാറത്ത് ചെയ്ത് നമ്മുടെ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷപ്രദമാക്കി കൊടുക്കുമാറാവട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് ഉയർന്ന സ്ഥാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടത്തോടൊപ്പം സമസ്തകല ജമിയത്തുലമയുടെ ഉലമാക്കളോടൊപ്പം മഹാന്മാരായ ആരിഫീങ്ങളുടെയും അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും ഒക്കെ ഒപ്പം അള്ളാഹു നമ്മയും അവൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. SYSൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യുണൈറ്റ് കോൺഫറൻസ് ഒരുമിച്ച് നിൽക്കുന്ന സമ്മേളനം വലിയ അനുഗ്രഹത്തോടുകൂടി ആരംഭിക്കുകയും കൃത്യമായി അതിൻ്റെ സമയം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയുമാണ്. 9 മണിക്ക് 9:15 സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ പ്രിയപ്പെട്ട അനീഫ ഹാജി പതാക ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ സൈറ്റിൽ പരിപാടി ആരംഭിച്ചത്. നമ്മുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് സയ്യിദ് TPC തങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം സ്റ്റേജിലേക്ക് അല്പസമയത്തകം കടന്നു വരും. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നേരത്തെ 9:30 മണിക്ക് തന്നെ എത്താമെന്ന് പറഞ്ഞിരുന്നെങ്കിലും AP ഉണ്ണികൃഷ്ണൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം തങ്ങൾ പുറപ്പെട്ടു. ഏകദേശം 11:30-12 മണിയുടെ ഉള്ളിലായി ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ എത്തിച്ചേരും. നമ്മൾ പ്രധാനമായി നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യം നേരത്തെ ഇവിടെ വർക്കിംഗ് സെക്രട്ടറി ക്യാമ്പയിൻ സമിതിയുടെ കൺവീനറുമായ ലത്തീഫ് മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ സംഘടനാപരമായ ചില കാര്യങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ വ്യക്തതയും കൃത്യതയും മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ്. SYSൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഓഗസ്റ്റ് 1 മുതൽ 15 വരെ അംഗത്വം ചേർക്കൽ പ്രക്രിയ നടക്കുകയാണ്. തുടർന്ന് യൂണിറ്റ് കമ്മിറ്റികളും ഏരിയ, മേഖല, ജില്ലാ കമ്മിറ്റികളും പുനഃസംഘടിപ്പിക്കപ്പെട്ടതിൻ്റെ ശേഷം ഈ വർഷാവസാനം സംസ്ഥാന കമ്മിറ്റി നിലവിൽ വരാൻ പോവുകയാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ ഇത്തവണ എങ്ങനെയായിരിക്കണമെന്നൊരു വ്യക്തത കൈവരിക്കുന്നതിന് വേണ്ടി
സാധാരണ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കൊണ്ട് വ്യത്യസ്തമായി പൂർണ്ണമായും IT വൽക്കരിക്കപ്പെട്ട, ഓൺലൈൻ വൽക്കരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ അതിൻ്റെ പ്രക്രിയ സംബന്ധിച്ച് ശാഖാ കമ്മിറ്റികളെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശാഖാ തലത്തിൽ നിന്ന് IT കോർഡിനേറ്റർമാരെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ കോൺഫറൻസ് ഇവിടെ നടക്കുന്നത്. അതിന് സംസ്ഥാന കമ്മിറ്റിയുടെ കൺവീനർ തന്നെയായ പ്രിയപ്പെട്ട റഹീം മാസ്റ്റർ നമ്മുടെ ഈ വേദിയിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി കടന്നു വരും. രണ്ടാമതായി നമ്മുടെ ഈ സെഷൻ്റെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം സമസ്ത ഉയർത്തിപ്പിടിക്കുന്ന ആദർശമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവതരിപ്പിക്കുന്നതിനുള്ള ഒരു പഠന ക്ലാസ് അല്ലെങ്കിൽ ഒരു പാഠശാല സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പാഠശാല ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നടന്നത്. 3 ക്ലാസ്സോളം അതുവഴി പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 3 ക്ലാസ് കൂടി ബാക്കിയുണ്ട്. ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്നവർക്കാണ് സംഘടനയുടെ തുടർന്നുള്ള ഭാരവാഹിത്വത്തിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ യോഗ്യത എന്നതുകൊണ്ട് 3ഉം ചേർന്നുകൊണ്ട് ഒന്നിച്ച് അവതരിപ്പിക്കാൻ വേണ്ടി ഈ കോൺഫറൻസ് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുജത്തബ ഫൈസി ആനക്കര ആ ക്ലാസ് എടുക്കും. തുടർന്ന് SYSൻ്റെ 70ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം തലങ്ങളെയാണ് നമ്മൾ സ്പർശിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് SYS ഉയർത്തിപ്പിടിക്കുന്ന ആശയധാരയെ സംബന്ധിച്ചൊക്കെ ഇവിടെ പരാമർശം SYS@70 എന്ന സെഷനിൽ നടക്കാൻ പോവുകയാണ്. സമയം കൃത്യമായി പാലിക്കേണ്ടത് കൊണ്ടാണ് ഉദ്ഘാടന ചടങ്ങുകളും അധ്യക്ഷ പ്രഭാഷണങ്ങളും ഒക്കെ നടക്കുന്നതിന് മുമ്പേ തന്നെ ഒന്നാമത്തെ ക്ലാസ്സായ അല്ലെങ്കിൽ ഒന്നാമത്തെ സെഷനായ ഹിജ്റയുടെ സന്ദേശം, ഹിജ്റയുടെ കാമ്പും കാതലും എന്ന വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. കുറഞ്ഞ സമയത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവതരിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കും. ഹിജ്റ വർഷം പുതിയത് ആരംഭിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ നാളെ 7ാം തീയതിയോടുകൂടി പുതിയ ഹിജ്റ വർഷം ആരംഭിക്കുകയാണ്. ഹിജ്റയുടെ സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ക്ലാസ് ഉപകരിക്കുമെന്ന് പൂർണ്ണ വിശ്വാസം എനിക്കില്ലെങ്കിലും അതിലേക്കുള്ളൊരു പ്രേരണ നൽകപ്പെടുമെന്ന് ആഗ്രഹിക്കുകയാണ്. ഹിജ്റ ഒളിച്ചോട്ടമായി ചിലർ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഗതിമുട്ടിയപ്പോൾ പ്രവാചകൻ ഒളിച്ചോടിപ്പോയി എന്ന വിധത്തിലാണ് ഹിജ്റയെ ചിലർ വിശേഷിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഹിജ്റ ഒളിച്ചോട്ടമല്ല, പാലായനവുമല്ല. അത് പുരോയാനമാണ്, അത് നവോത്ഥാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുക്കൾ വധിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നത് ശരിയാണ്. വധിക്കാൻ ശ്രമിച്ചപ്പോൾ ഒളിച്ചോടിയതല്ല, ഹിജ്റ പോവാൻ ആഗ്രഹിച്ചപ്പോൾ വധിക്കാൻ ശ്രമിച്ചതാണ്. അല്ലാതെ ശത്രുക്കൾ കൊല്ലുമെന്ന് ഭയപ്പെട്ടിട്ട് ഒരു നാട് വിട്ടു പോയതല്ല. മക്കയിൽ നിന്ന് പ്രബോധനം നിർവഹിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ യസ്രിബിലാണ്, മദീനയിലാണ് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ഏറ്റവും നല്ല മണ്ണ് എന്നും അവിടെ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കപ്പെടണമെന്നാണ് അള്ളാഹുവിൻ്റെ പ്രധാനമായ നിർദ്ദേശം എന്നും മനസ്സിലാക്കിയത് കൊണ്ടാണ് മദീനയിലേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോകാൻ വേണ്ടി ആഗ്രഹിച്ചത്. അങ്ങനെ മക്ക വിട്ട പ്രവാചകർ മദീനയിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ, അതും ഒരു ദീർഘനാളത്തെ യാത്രയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് മക്കയിലെ മതപ്രബോധനം തടയാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടെങ്കിലും മദീനയിലും അത് വ്യാപിപ്പിക്കുമെന്ന് മനസ്സിലാക്കി ആശങ്കപ്പെട്ടവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാനുള്ള പ്ലാൻ ആവിഷ്കരിച്ചത്. അതുകൊണ്ട് ഒളിച്ചോട്ടമല്ല, പോകാൻ ശ്രമിച്ചപ്പോൾ വധിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നതാണ് ശരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന യാത്ര അല്ലെങ്കിൽ ഹിജ്റ ഒരു പുരോയാനമാണ് എന്ന് പറയാനുള്ള പ്രധാന കാരണം, നല്ല പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിജ്റ നടന്നത്. ഒരു സംഘടനക്കുണ്ടാകേണ്ട പ്ലാനിങ്, ഒരു സ്ഥാപനത്തിനുണ്ടാവേണ്ട പ്ലാനിങ്,
ഒരു സംരംഭം ആരംഭിക്കേണ്ട സമയത്തുണ്ടാവേണ്ട ആസൂത്രണം അതെങ്ങനെയായിരിക്കണമെന്ന് വളരെ കൃത്യതയോടെ വ്യക്തതയോടെ മനസ്സിലാക്കാൻ സാധിക്കാൻ നമ്മൾ ഹിജ്റയിലേക്ക് നോക്കിയാൽ മതി. ഒരു സംഘടനാ പ്രവർത്തനത്തിൻ്റെ റോൾ മോഡൽ ഹിജ്റയാണ്. ഒരു സ്ഥാപനത്തിൻ്റെയും ഒരു പ്രസ്ഥാനത്തിൻ്റെയും ഒരു സംരംഭത്തിൻ്റെയും രൂപകൽപ്പന നിർവഹിക്കപ്പെടേണ്ടതിൻ്റെ മാതൃക ഹിജ്റയാണ്. അതുകൊണ്ട് തന്നെ ഹിജ്റ പ്ലാനിങ്ങോട് കൂടിയാണ് നടന്നത്. ഹിജ്റയുടെ പ്ലാനിങ്ങിൻ്റെ ഒന്നാം ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി മദീനയിൽ നിന്നുകൊണ്ട് മക്കയിലേക്ക് വന്നവർ, ആ കാലഘട്ടത്തിലെ ഉംറ നിർവഹിക്കാൻ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് വന്നവർ, നുബുവത്തിന്റെ 12-ാം വർഷം വന്ന ഒരു സംഘവുമായി, മദീനയിലെ ഒരു സംഘവുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുകയും അവരുമായി ചില ഉടമ്പടികളിൽ ഏർപ്പെടുകയും ചെയ്തത് ഹിജ്റയുടെ ആസൂത്രണത്തിൻ്റെ ഒന്നാം ഭാഗമാണ്. അതിനെയാണ് നമ്മൾ അഖബ ഉടമ്പടി, ഒന്നാം ഉടമ്പടി എന്ന് പറയുന്നത്. ഈ ഒന്നാം ഉടമ്പടി കഴിഞ്ഞ ശേഷം ഹിജ്റ 13-ാം വർഷം, നുബുവത്തിന്റെ 13-ാം വർഷം, രണ്ടാമത് സംഘം വീണ്ടും മദീനയിൽ നിന്നുകൊണ്ട് മക്കയിലെത്തിയപ്പോൾ അവരുമായി റസൂലുള്ള ചില ഉടമ്പടി നടത്തി. ഈ രണ്ട് ഉടമ്പടി പ്രകാരവും ഒന്നാം അഖബയും രണ്ടാം അഖബയും മദീനയിൽ ചെന്നാൽ എങ്ങനെയാണ് ഇസ്ലാമിക പ്രബോധനം നടത്തേണ്ടത് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള വാക്കാണ്. അതുകൊണ്ടാണ് ഒന്നാമതും രണ്ടാമതും നടന്ന ഉടമ്പടി ഹിജ്റയുടെ ആസൂത്രണത്തിന്റെ ഒന്നാം ഘട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ട് ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങളെ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഖുസൈ ഇബ്നു ഖിലാബിന്റെ വീട്ടിലാണ് ദാറുൻ നദ്വത്തിൽ ശത്രുക്കൾ യോഗം ചേർന്നത്. ആ യോഗത്തിൽ അവർ പ്ലാൻ ഇട്ടത് മക്കയിലെ എല്ലാ ഗോത്രങ്ങളും വംശങ്ങളും ഒന്നിച്ച് നിന്ന് പ്രവാചകനെ തകർക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. 11 ഗോത്രങ്ങളെ ദാറുൻ നദ്വത്തിലേക്ക് അബൂജഹലിന്റെ നേതൃത്വത്തിൽ വിളിക്കപ്പെട്ടു. 11 ഗോത്രങ്ങളിലും തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ യുവാക്കളെ സെലക്ട് ചെയ്തു. ഓരോ യുവാക്കളുടെ കയ്യിലും വാള് അവിടെ വെച്ചുകൊണ്ട് വിതരണം ചെയ്തു. അവിടെ വെച്ചുകൊണ്ട് തീരുമാനിക്കപ്പെട്ടത് പ്രവാചകനെ വധിക്കുന്നത് ഒരാൾ മാത്രമാകാൻ പാടില്ല. 11 ആളും ആ വെട്ടിൽ പങ്കുവഹിക്കണം. ഒരാളുടെ വെട്ടുകൊണ്ടാണ് പ്രവാചകൻ കൊല്ലപ്പെടുന്നത് എങ്കിൽ മറ്റു 10 വാളും അതിന് ഉത്തരവാദികളാവണം. അതുകൊണ്ട് ഒരു വംശം മറ്റൊരു വംശവുമായി ചണ്ട കൂടാതെ യോജിച്ചുകൊണ്ട് മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ വധിച്ചു എന്ന് വരാൻ വേണ്ടി ഖുറൈശി പ്രഭുത്വത്തിന്റെ വലിയൊരു ഏകീകരണമാണ് അവിടെ രൂപപ്പെട്ടു വന്നത്. അങ്ങനെയാണ് അവർ വധിക്കാനുള്ള പ്ലാൻ ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ ഇവരുടെ വധപ്ലാൻ ഉണ്ട്, വധശ്രമമുണ്ട് എന്ന് ബോധ്യമായപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ വധശ്രമമുണ്ടാകും, വധിക്കാനുള്ള പ്ലാനിംഗ് ഉണ്ട്. അതുകൊണ്ട് അങ്ങയുടെ യാത്ര സുചിന്തിതമായിരിക്കണം, ആസൂത്രിതമായിരിക്കണം, യുക്തിസഹമായിരിക്കണം. അത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി കൊണ്ട് സംസാരത്തിൽ ഏർപ്പെട്ടു. പ്രവാചകരുടെ കൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നു എന്ന പൂർണ്ണത പ്രവാചകൻ ഉറപ്പുവരുത്തുകയും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തയ്യാറാവുകയും ചെയ്തു. 5000 ദിർഹം കയ്യിൽ എടുത്തുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതെല്ലാം ഹിജ്റയിൽ നമ്മുടെ യാത്രക്കുള്ള ചെലവിനായി ഞാൻ മാറ്റിവെക്കാം. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കിടക്കുന്ന വീട്ടിൽ പുതപ്പിനടിയിൽ അദ്ദേഹത്തെ കിടത്തി. പ്രവാചകർ പുലരുന്ന സന്ദർഭത്തിൽ പുറത്തേക്കിറങ്ങിയപ്പോൾ 11 സംഘവും ചേർന്നുകൊണ്ട് വീണ്ടും ചിലരുടെ ഒത്താശയോടുകൂടി വീട് വളയപ്പെട്ടെങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഒരു പൊടിമണ്ണ് വാരി ശത്രുക്കളുടെ മുഖത്തേക്ക് എറിഞ്ഞപ്പോൾ ആ പൊടി ശത്രുക്കളുടെ എല്ലാവരുടെയും മുഖത്തിലേക്കും ആവുകയും പൊടിപടലം കൊണ്ട് അന്ധത ബാധിക്കുകയും ചെയ്തു. വമാ റമൈത ഇത് റമൈത വലാകിന്നല്ലാഹ റമ.
പ്രവാചകൻ എറിഞ്ഞപ്പോൾ, നബിയെ നിങ്ങൾ എറിഞ്ഞപ്പോൾ നിങ്ങളല്ല എറിഞ്ഞത്, വലാകിൻ അല്ലാഹ റമ, മറിച്ച് അള്ളാഹുവാണ് എറിഞ്ഞത്. ആ ഏറ് ശത്രുക്കളുടെ എല്ലാ ഭാഗത്തും എത്തിയതാണ്. വിശുദ്ധ ഖുർആനിലെ യാസീൻ സൂറത്ത് യാസീന്റെ 1-ാം അധ്യായം 1-ാം സൂക്തം മുതൽ 7-ാം സൂക്തം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉരുവിടുകയും ഷാഹത്തുൽ വുജൂ എന്ന് 3 തവണ റസൂലുള്ളാഹി പറഞ്ഞു ഊതി മന്ത്രിച്ചുകൊണ്ട് ആ വീട് വിട്ടിറങ്ങുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ മുഖം മുഴുവനും ആവരണം ചെയ്യപ്പെട്ടു. ആർക്കും പ്രവാചകനെ തിരിച്ചറിയാൻ സാധിച്ചില്ല. അവരെല്ലാം നേരം വെളുത്തതിൻ്റെ ശേഷം പുതപ്പിൻ്റെ അടിയിൽ കിടക്കുന്ന ആൾ പുറത്തിറങ്ങട്ടെ എന്ന് മനസ്സിലാക്കി നോക്കിയപ്പോൾ അവർ കണ്ടത് പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. നിരാശ പൂണ്ടുകൊണ്ട് അവർ നാനാഭാഗം ഓടാൻ തുടങ്ങി. മുഹമ്മദ് രക്ഷപ്പെട്ടിരിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ നേരെ പോകുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ്. അവിടെ വെച്ചുകൊണ്ട് പ്ലാൻ ചെയ്തത് പ്രകാരം റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അവർക്കുള്ള യാത്രാ വാഹനമായ ഒട്ടകത്തെ തയ്യാർ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്തം പ്രിയപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉറൈത്തിഖ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിനായിരുന്നു. അദ്ദേഹം ഒട്ടകത്തെ തയ്യാർ ചെയ്തുകൊണ്ട് വരണം. ആമിർ ബിൻ സുഹൈർ എന്ന് പറയുന്ന മനുഷ്യനെ, സഹോദരനെ, സ്വഹാബിയെ വിളിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളുടെ ആട് സംഘത്തെ ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഗുഹയിലേക്ക് പറഞ്ഞയക്കണം. 2 ആളെ റസൂലുള്ളാഹി മദീനയിലേക്ക് നേരത്തെ പറഞ്ഞേക്കുന്നു, റൂട്ട് ക്ലിയർ ചെയ്യാൻ. ഇതൊക്കെ പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ്. അബ്ദുല്ലാഹി ബിൻ സുഹൈറിനോട് പറയുന്നു, നിങ്ങൾ ആട് സംഘത്തെ കൊണ്ടുവരണം. ആടും കൂട്ടങ്ങൾ ഞങ്ങൾ നടന്നു പോകുന്ന വഴി, ഗുഹയിലേക്ക് പോകുന്ന വഴി, ആ അടയാളങ്ങൾ മുഴുവനും മായ്ച്ചു കളയാൻ വേണ്ടി നിങ്ങളുടെ ആടും കൂട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കാൽപാദങ്ങളെ മായ്ച്ചു കളയണം, തിരിച്ചറിയാത്ത വിധത്തിലാക്കണം. 2 ഒട്ടകങ്ങളെ, നല്ല ചുറുചുറുക്കുള്ള ഒട്ടകങ്ങളെ കൊണ്ടുവരണമെന്ന് ഉറൈത്തിഖിനെ ഏൽപ്പിക്കുന്നു. 2 ആളെ നേരത്തെ മദീനയിൽ ചെന്നുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരാൻ വേണ്ടി പറഞ്ഞേക്കുന്നു. അതുപോലെ തന്നെ ഉറൈത്തിഖിന് ഊടുവഴി അറിയാം. മദീനയിൽ നിന്നുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ ഡയറക്റ്റ് വഴി പോകണ്ട. ഡയറക്റ്റ് വഴി പോയാൽ ശത്രുക്കൾ പിന്നാലെ വന്നുകൊണ്ട് വധിക്കും. അതുകൊണ്ട് ഡയറക്റ്റ് വഴി വേണ്ട, ഊടുവഴി വേണം, ഓരം ചേർന്ന വഴി, തീരപ്രദേശത്ത് കൂടിയാവണം. അങ്ങനെ ആ വഴിക്ക് പോകണമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് ഉറൈത്തിഖിനെ അതിനു വേണ്ടി തയ്യാർ ചെയ്തത്. എല്ലാം സജ്ജമായ ശേഷം 5000 ദിർഹം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എടുത്തു വെച്ചു. അത്യാവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം കെട്ടിവെച്ച് പ്രിയപ്പെട്ട അസ്മാ ബിബി റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മൂത്ത മകൾ, ആ പാത്രത്തിൽ, ആ കവറിൽ, സഞ്ചിയിൽ, ഭക്ഷണ സാധനങ്ങളുടെ സഞ്ചിയിൽ കെട്ടാൻ കയറ് കിട്ടാതെ വന്നപ്പോൾ പ്രിയപ്പെട്ടവരുടെ അരപ്പട്ട അടിച്ചെടുത്തുകൊണ്ട് അതിൽ കെട്ടി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ അരപ്പട്ട ഒരു കഷ്ണം എടുത്ത് ചീന്ത് കെട്ടിയത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുപോയി. പ്രവാചകൻ അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്തു, നിനക്കിതിന് പകരമായി അള്ളാഹു 2 അരപ്പട്ട നാളെ സ്വർഗത്തിൽ പണിതു തരും, സ്വർണത്തിന്റെ. അതുകൊണ്ടാണ് ദാറുൻ നിത്താഖൈനി, ഇരട്ട അരപ്പട്ടക്കാരി എന്ന പേര് ആ മഹദിക്ക്, അസ്മാബിക്ക് അന്ന് കിട്ടിയത്. അതുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉറൈത്തിഖ് കൂടി ഗുഹയിലേക്ക് പോവുകയാണ്. വഴിയിൽ ഉറൈത്തിഖ് നിൽക്കുന്നു. ഗുഹയിലേക്ക് പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടക്കുന്നു. പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഉറൈത്തിഖും. അതുപോലെ തന്നെ സുഹൈർ റളിയല്ലാഹു അൻഹു ആടുകൂട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ട് മായ്ച്ചു കളയുന്നു. അപ്പോഴേക്കും അബൂജഹലും സംഘവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ കാണുന്നില്ല. അവിടെ ആയിരിക്കാം മിക്കവാറും റസൂലുള്ളാഹി വന്നത് എന്ന് അറിഞ്ഞുകൊണ്ടാണ് അബൂജഹലും സംഘം വന്നത്. അസ്മാ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, മുഹമ്മദ് എവിടെ? അസ്മാവി പറഞ്ഞു, എനിക്കറിയില്ല. എവിടെയാ പോയത്? നിനക്കറിയാം? അറിയില്ല. അബൂജഹലിന്റെ നല്ല മസിൽ പവറുള്ള കൈയെടുത്തുകൊണ്ട് അസ്മയുടെ കരണക്കുറ്റിക്ക് ഒരൊറ്റ അടി. അസ്മയുടെ കാതിലെ കമ്മൽ പൊട്ടിച്ചിതറി ചോര വാർന്നൊഴുകി നിലത്തേക്ക് കമ്മൽ ഉരുണ്ടു വീണു. അസ്മ പറഞ്ഞു, നിങ്ങൾ എന്നെ കഷ്ണം കഷ്ണമായി വെട്ടിമുറിച്ചാലും എൻ്റെ പ്രിയപ്പെട്ട തിരുദർ എവിടെയാണെന്ന് ഞാൻ പറയില്ല.
അവസാനം അവരെ വിട്ടൊടിഞ്ഞു. ഇവളെ കൊണ്ട് പറയിപ്പിക്കാനാവില്ല, വിട്ടൊടിഞ്ഞു. അവർ തിരയുകയാണ്. ഗുഹാമുഖത്ത് വെച്ചുകൊണ്ട്, ഗുഹയിൽ വെച്ചുകൊണ്ട് മഹാനായ സുദീഖ് റളിയല്ലാഹു അൻഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കിടക്കുമ്പോൾ അവർ നേരെ വന്നുകൊണ്ട് അന്വേഷിക്കുന്ന സ്ഥലത്ത് ഈ ഗുഹയുടെ മുകളിൽ ഓർസൗറിൽ, പക്ഷെ അവിടെ വെച്ചുകൊണ്ട് അവർ കാണാൻ കഴിഞ്ഞില്ല. അവർ ഈ ഗുഹയെ ചാടിക്കടന്നു കൊണ്ടുപോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി, അവരെങ്ങാനും അവരുടെ കാൽപ്പാദത്തിലേക്കൊന്ന് നോക്കിയാൽ മതിയല്ലോ, നമ്മൾ അവർ കണ്ടെത്തില്ലേ? നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ, അവർ ഒരുപാട് ആളില്ലേ? പ്രവാചകന്റെ മറുപടി, അല്ല, ഇന്നല്ലാഹ മഅന, മൂന്നാമതൊരാൾ നമ്മുടെ കൂടെയുണ്ട്, അത് പടച്ച റബ്ബാണ്. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ അതുകൊണ്ട് ഒരു മുഷിപ്പ് നിങ്ങൾക്ക് വേണ്ട, പടച്ച റബ്ബ് നമ്മളെ കാക്കും. പെട്ടെന്ന് അവിടെ നിന്ന് കൊണ്ടൊരു മരം ഉയർന്നു വരുന്നു. അവിടെ ചിലന്തി വല കിട്ടുന്നു. പ്രാവ് മുട്ടയിട്ടുകൊണ്ട് പറന്നു പോകുന്നു. ഈ 3 സംഭവത്തെ സംബന്ധിച്ചുകൊണ്ട് പ്രഗത്ഭനായ ആംഗലേയ ചരിത്രകാരന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് മുഹമ്മദ് ഹൈക്കൽ തൻ്റെ ദി മുഹമ്മദ് എന്ന പുസ്തകത്തിൽ പറയുന്നു, അവരെല്ലാം ഏകോപിച്ചൊരു കാര്യം, മുഹമ്മദിന് അമാനുഷികതയുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ഏറ്റവും വലിയ നിദർശനമാണ് ഗുഹയിൽ വെച്ചുകൊണ്ട് ചിലന്തിയുടെ വലകെട്ടും, പ്രാവിന്റെ പറക്കലും, മരത്തിന്റെ വളർച്ചയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഡ്യൂട്ടി നാട്ടിലാകെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കലാണ്. 3 ദിവസം അവിടെ താമസിക്കണം, 11 ദിവസം യാത്ര നടത്തണം. റബീഉൽ അവ്വൽ 8 മദീന പിടിക്കണം, 12 മദീനയിൽ നമുക്ക് വാസം ആരംഭിക്കണം. പ്ലാനിങ്ങിന്റെ ഘട്ടം ഘട്ടം പ്രവാചകൻ ആസൂത്രണം ചെയ്യുകയാണ്. ഒന്നുപോലും തെറ്റാതെ, 1 മണിക്കൂർ പോലും പിന്തിരിയാതെ പ്രവാചകരുടെ ഹിജ്റ നടന്നതിന്റെ അടിസ്ഥാനം എല്ലാം പ്ലാനിങ്ങോട് കൂടിയാണ്. മക്ക ശാന്തമാകുന്ന ഘട്ടത്തിൽ ഗുഹ വിട്ടാൽ മതി, അതിന് 3 ദിവസം പിടിക്കും. ആ 3 ദിവസവും മക്കയിൽ നടക്കുന്ന സകലമാന വിവരങ്ങളും ഞങ്ങൾക്ക് തരണം. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മൂത്ത മകൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ ഡ്യൂട്ടിയാണ്. രാവിലെ ആടിനെ കറന്ന് പാല് കൊണ്ടുകൊടുക്കേണ്ട ഉത്തരവാദിത്തം അസ്മയുടെ ഡ്യൂട്ടിയാണ്. അതവരെല്ലാം കൃത്യതയോടെ തന്നെ നിർവഹിച്ചു. ആ നിർവഹണം കഴിഞ്ഞ ശേഷം യാത്ര പുറപ്പെടുമ്പോൾ 2 ഒട്ടകപ്പുറത്ത് 3 ആളുടെ യാത്രയാണ്. തിരുനബി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത്. ആ 3 യാത്രയും 3 ആളുകൾ യാത്ര പോകുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ സംഘം ചേർന്നുകൊണ്ട് പ്രവാചകനെ വധിക്കാനുള്ള പ്ലാൻ ചെയ്തപ്പോൾ 100 ഒട്ടകം തരാമെന്ന് അബൂജഹലിന്റെ പ്രഖ്യാപനമുണ്ട്. 100 ഒട്ടകം ഞാൻ തരാം മുഹമ്മദിനെ വധിക്കുന്നവർക്ക്. അതെനിക്ക് തന്നെ കിട്ടണമെന്ന് പൂർണ്ണമായ ഒരു സ്വാർത്ഥതയോടുകൂടിയായിരുന്നു സുറാഖത്ത് ബിനു മാലിക്കിന്റെ തീരുമാനം. മസിൽ പവറുള്ള, ശക്തനായ, തീരുമാനമെടുത്ത പിന്തിരിയാൻ തീരെ മടിയില്ലാത്ത, നല്ല ഉജ്ജ്വല ആരോഗ്യ ദൃഢഗാത്രനായ സുറാഖ അവിടെ കൂടെ പുറപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ എവിടെയെന്നറിയില്ല, തിരിച്ചു വന്നു. എവിടെ പോയി എന്നറിയില്ല, തിരിച്ചു വന്നു. ഒടുക്കം ശത്രുക്കൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് സുറാഖയുടെ ഇടയൻ, സുറാഖയുടെ അടിമ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ മദീനയിൽ കൊണ്ടാണ് വരുന്നത്. വരുന്ന സമയത്ത് ഞാൻ 3 ആളുകളുടെ നേര് ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ഈ വഴിക്കാണ് പോയത് എന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുറാഖ തൻ്റെ അടിമയെ വായ പൊത്തി ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പറഞ്ഞു, മിണ്ടരുത്, എനിക്ക് കിട്ടണം ഒട്ടകം, നീ എന്നോട് മാത്രം പറ, അവർ പോയ റൂട്ട് എവിടെയാണ്. അയാളോട് മാത്രം പറഞ്ഞു, കൃത്യമായി കൊണ്ട് പറഞ്ഞു, ഈ സമയത്ത് അവർ യാത്ര ചെയ്തെത്തുന്ന സ്ഥലം ഖുറൈദ് എന്ന് പറയുന്ന സ്ഥലമാണ്, അവിടെ എത്തിയിട്ടുണ്ടാകും എന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്താണ് നിന്റെ അടിമ പറഞ്ഞത് സുറാഖ? അവൻ എന്തോ പൊട്ടുപോയത്തം പറയാൻ, അവന് വിവരമില്ല, നിങ്ങൾ അവൻ ഒഴിച്ചിട്ടേക്ക്. ആരും അറിയാതെ സുറാഖ നല്ല ചുവന്ന കുതിരപ്പുറത്ത് പുറപ്പെടുന്നു. നല്ല മൂർച്ചയുള്ള വാളുമായിക്കൊണ്ട് ആ ദിക്ക് നോക്കി തന്നെ തിരയുകയാണ്. ആരും അറിയാതെ ദിക്കിലൂടെയാണ് പോയത്, എങ്കിലും സുറാഖ പിന്നാലെ കൂടി. അടുത്തെത്തിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിറകോട്ട് നോക്കി, ഒരാൾ നമ്മെ പിന്തുടരുന്നുണ്ടല്ലോ നബിയെ. ആരായിരുന്നാലും പിറകോട്ട് നോക്കണ്ട, മുന്നോട്ട് തന്നെ നമുക്ക് പോകാമെന്ന് പ്രവാചകർ പറഞ്ഞു. സുറാഖ തൊട്ടടുത്ത് നിഴൽ പോലെ അടുത്തു വന്നു. പിന്തിരി നോക്കിയപ്പോൾ ഊരിപ്പിടിച്ച വാളുമായി സുറാഖ നിൽക്കുകയാണ്. പ്രവാചകരെ, സുറാഖ നമ്മെ തൊട്ടില്ല എന്ന സ്ഥലത്തെത്തിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ഉറക്കെ പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. അപ്പോഴേക്കും സുറാഖയുടെ കുതിരയുടെ കാൽപാദം ഭൂമിക്കടിയിലേക്ക് കണ്ടുപോയി. നിലവിളിച്ചുകൊണ്ട് സുറാഖ പറഞ്ഞു, മുഹമ്മദേ, ഞാൻ നിങ്ങളൊന്നും ചെയ്യില്ല, എൻ്റെ കുതിരയെ രക്ഷപ്പെടുത്തണം. പ്രവാചകൻ വിട്ടുകൊടുക്കുന്നു, അള്ളാഹു രക്ഷപ്പെടുത്തുന്നു. വീണ്ടും നടക്കുന്നു, വീണ്ടും സുറാഖ പിന്നാലെ കൂടുന്നു. വീണ്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്യുന്നു, സുറാഖ ഭൂമിക്കടിയിലേക്ക് പോകുന്നു.
3 തവണ ആവർത്തിച്ചപ്പോൾ സുറാഖയോട് തിരിഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നിന്നെ വെറുതെ വിടണമെന്നുണ്ടെങ്കിൽ നീ ഞങ്ങളെ പിന്തുടരില്ല എന്ന് ഉറപ്പ് തരണം. കണക്ക് നോക്കിക്കൊണ്ട് സുറാഖ പറഞ്ഞു, ഈ സമയത്ത് ഒരിക്കലും എനിക്ക് ആക്രമിക്കാൻ പറ്റുന്ന സമയമല്ല. ഒടുക്കം സുറാഖ സലണ്ടറായി താഴ്മയോടെ പറഞ്ഞു, പ്രവാചകരെ, ഞാൻ അങ്ങയെ അംഗീകരിക്കുന്നു, പക്ഷെ ഇപ്പോൾ മുസ്ലിം ആവാൻ എനിക്ക് പ്രയാസമുണ്ട്. അങ്ങ് മദീനയിലേക്ക് പോയിക്കോ, തിരിച്ച് ഞാൻ അവിടെ വരാം, അല്ലെങ്കിൽ വീണ്ടും ഞാൻ മുസ്ലിം ആവാം. ഇപ്പോൾ ഞാൻ ഈ വാർത്ത ആരോടും പറയില്ല. നിങ്ങൾക്ക് എന്തു സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് സുറാഖ പറഞ്ഞു. ഞങ്ങൾക്ക് നിന്റെ ഒരു സഹായം വേണ്ട, പക്ഷേ ഞങ്ങൾ ഇന്ന റൂട്ടിലൂടെയാണ് പോയത് എന്ന് മക്കക്കാർ അറിയണ്ട, അത് നീ ഞങ്ങൾക്ക് ഉറപ്പ് തരണം. ഇല്ല നബിയെ, ഞാൻ പറയില്ല. സുറാഖ മടങ്ങിപ്പോയി. സുറാഖ മക്കയിലെത്തിയപ്പോൾ അവർ ചോദിച്ചു, എന്തേ പ്രവാചകനെ മുഹമ്മദിനെ കണ്ടോ? ഇല്ല, ഞാൻ കാണാതെ മടങ്ങിപ്പോകുന്നു. സുറാഖ തൽക്കാലം മറച്ചു വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാത്രക്കിടയിൽ വിശ്രമിക്കാൻ വേണ്ടി സ്ഥലം കണ്ടെത്തുകയാണ്. ഖുസാ ഗോത്രക്കാരിയായ ഉമ്മു മഅബദിന്റെ വീട്ടിൽ. അവർ ടെന്റ് ഉണ്ട്, ചെറിയൊരു ടെന്റാണ്. ഉമ്മു മഅബദ് പ്രായം ചെന്ന സ്ത്രീയാണ്. അബൂ മഅബദിന്റെ ഭാര്യയാണ്. അബൂ മഅബദ് ആടിനെ വെക്കാൻ വേണ്ടി മരുഭൂമിയിൽ ഏതോ ഭാഗത്തേക്ക് പോയതാണ്. ആ സമയത്ത് അവിടെ കടന്നു ചെന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ഭക്ഷണം തരാൻ? ആ സമയത്ത് ഉമ്മു മഅബദ് പറഞ്ഞു, ഇവിടെ ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല, ഞാൻ തന്നെ വല്ല കഷ്ടപ്പെട്ടാണ് കഴിയുന്നത്, നിങ്ങൾക്ക് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നുമില്ല. പ്രവാചകൻ നേരെ നോക്കുമ്പോൾ ടെന്റിന്റെ ഒരു മൂലയിൽ മുടന്ത് പൊട്ടി, കാല് പൊട്ടി മുടന്ത് ബാധിച്ച മെലിഞ്ഞൊട്ടിയ ഒരാട്ടുംകുട്ടിയെ കണ്ടു. അതിനെ ഞാൻ കറക്കട്ടെ എന്ന് ചോദിച്ചു. എന്ത് കറക്കാൻ? അതിൻ്റെ അകിടിൽ പാലേ ഇല്ല. അതിന് പോവാൻ പറ്റാത്തത് കൊണ്ട് ഉമ്മു മഅബദിന്റെ ആടിന്റെ കൂട്ടത്തിലേക്ക് അതിന് പോവാതെ ഞാൻ എന്തെങ്കിലും ഉണക്കറൊട്ടി കിട്ടിയാൽ വെള്ളം കൊടുത്ത് അങ്ങനെ പോറ്റുന്നതാണ്, അത് ചത്തുപോകേണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ പാല് കിട്ടൂല. ഞാൻ കറക്കട്ടെ, എന്തിന് നിങ്ങൾ നിർബന്ധിക്കണം? പാല് കിട്ടൂല, നിങ്ങൾ സമ്മതം തന്നാൽ മതി, ഞാൻ കറന്നോളാം. എന്നൊരു പാത്രം താ. ഒരു കൊച്ചു പാത്രം കൊടുത്തപ്പോൾ, അല്ല വലിയൊരു പാത്രം താ. വലിയ പാത്രത്തിൽ പ്രവാചകൻ ഉമ്മു മഅബദിന്റെ ടെന്റിലെ ആ മെലിഞ്ഞൊട്ടിയ ആടിനെ കറന്നപ്പോൾ പാത്രം മുഴുവനും പാല് കിട്ടി. പാല് ഉമ്മു മഅബദിന് കൊടുത്തപ്പോൾ, അല്ല അങ്ങ് കുടിച്ചോളൂ. അത്ഭുത സ്തബ്ധയായി ഉമ്മു മഅബദ് കരയുകയാണ്. അങ്ങ് കുടിച്ചോളൂ, നിങ്ങൾ ആരെന്ന് എനിക്കറിയില്ല, നിങ്ങൾ കുടിച്ചോളൂ എന്ന് പറഞ്ഞു. അല്ല, നീ കുടിക്ക്. ഉമ്മു മഅബദിന്റെ നേരെ റസൂലുള്ളാഹി നീട്ടിക്കൊണ്ട് ഉമ്മു മഅബദിനെ കുടിപ്പിച്ചു. വീണ്ടും കറന്നെടുത്തു. ആ പാത്രം ഫുള്ള് പാലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടിയിട്ട് കുടിച്ചോളൂ. അല്ല പ്രവാചകർ, അങ്ങ് കുടിക്കൂ. അല്ല, നിങ്ങൾ കുടിക്ക്. വീണ്ടും കറന്നെടുത്തുകൊണ്ട് ഉറൈത്തിക്കിന് കൊടുത്തു, കുടിച്ചു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ചു. വീണ്ടും കറന്നൊരു പാത്രം ഫുള്ളാട് വെച്ചു. അതിൻ്റെ ശേഷം അവർ യാത്ര പറഞ്ഞുകൊണ്ട് പിരിഞ്ഞുപോയി. സദ്യായ സന്ദർഭത്തിലുമായപ്പോൾ ആടുകൂട്ടങ്ങളെ തിരിച്ചുകൊണ്ട് അബൂ മഅബദ് വീട്ടിൽ വന്നപ്പോൾ നല്ല തെളിഞ്ഞ പാൽ, അതും ഒരു പാത്രം നിറയെ കണ്ടുകൊണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് അബൂ മഅബദ് ചോദിച്ചു ഉമ്മു മഅബദിനോട്, എന്താ ഈ പാൽ ഇവിടെ എങ്ങനെ? ഇതാ ഈ നമ്മുടെ ആടിനെ കറന്നതാണ്. ആരാണ്? ഇന്ന ആളുകളാണ്. ആരാണവർ? അവിടെ വെച്ചുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഉമ്മു മഅബദ് വിശദീകരിക്കുന്ന ഒരു വിവരണമുണ്ട്. സാഹിത്യത്തിന്റെ വലിയ തലങ്ങളിൽ നിന്നുകൊണ്ട് പ്രഗത്ഭര ആലിമ്യങ്ങൾ ആ സംഭവത്തെ സംബന്ധിച്ചുകൊണ്ട് ആശ്ചര്യത്തോടുകൂടി വിവരിച്ചിട്ടുണ്ട്. അത് വിശദീകരിക്കാൻ സമയമില്ല. പ്രവാചകരുടെ സൗന്ദര്യം, ശബ്ദത്തിന്റെ മാധുര്യം, ശാരീരികപരമായിരിക്കുന്ന പ്രകൃതം, പ്രവാചകന്റെ ശരീര വടിവ്, പ്രവാചകരുടെ മുഖകാന്തി, പ്രവാചകരുടെ കണ്ണിന്റെയും പിരികത്തിന്റെയും ശരീരവർണ്ണന, അതിലുപരി പ്രവാചകരുടെ മുടി, പ്രവാചകരുടെ മുഖത്തിന്റെ പ്രസന്നത, തിങ്ങിയ താടിയുടെ വർണ്ണന, എല്ലാം മഹദി സാഹിത്യത്തിന്റെ സമ്പുഷ്ടി കൊണ്ട് നല്ല സാഹിത്യത്തിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മു മഅബദിന്റെ മുമ്പാകെ, അബൂ മഅബദിന്റെ മുമ്പാകെ ഉമ്മു മഅബദ് വിവരിക്കുകയാണ്. നല്ലതാ, എനിക്കറിയില്ല ആരാണ്. സംസാരിക്കുമ്പോൾ മണിമുത്തുകൾ മാലയിൽ നിന്നുകൊണ്ട് നിലത്തേക്ക് വീഴുമ്പോൾ, ഉതിർന്നു വീഴുമ്പോൾ ഉണ്ടാകുന്ന നാദമുണ്ടല്ലോ, ആത്മാതിരിയുണ്ട് ആ മനുഷ്യന്റെ സംസാരം. ആ മനുഷ്യൻ എന്തു പറയുമ്പോഴും മറ്റുള്ളവർ രണ്ടുപേരും നന്നായി ശ്രദ്ധിക്കുകയാണ്. അവരാവട്ടെ മൂന്നിലൊരുവനാണ്. 2 കൊമ്പുകളിടയിൽ തിളഞ്ഞിൽക്കുന്ന ഒരു കൊമ്പ് പോലെ, പ്രത്യേകിച്ച് വൈശിഷ്ട്യ ഗുണങ്ങളോടുകൂടി വേറിട്ട് നിൽക്കുന്ന വ്യതിരക്തതയുടെ ഗുണമഹിമയുണ്ട് ആ മനുഷ്യൻ എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ അമ്മു മഅബദ് പറഞ്ഞു, ഇത് ഖുറൈശിലെ പ്രമുഖനായ പ്രവാചകനെ സംബന്ധിച്ചുകൊണ്ടാണെന്നാണ് ഞാൻ കേട്ടത്. ഒരുപക്ഷെ അദ്ദേഹമായിരിക്കാം ഇവിടെ വന്നത്, മദീനയിലേക്കായിരിക്കാം അവരുടെ യാത്ര, ഞാനും അവിടെ കൂടെ പോവുകയാണ്. അങ്ങ് പോകല്ലേ, നമുക്ക് പിന്നെ പോകാം, 2 പേർക്ക് ഒന്നിച്ചു പോകാം. അവരെന്തോ ഉദ്ദേശത്തിന് പോയതാണ്.
അവിടെ നല്ല യാത്രയെ നമ്മൾ അതിനെ ശല്യപ്പെടുത്തണ്ട, അവർ നല്ല വഴിക്ക് പോകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാത്ര ചെയ്തുകൊണ്ട് സഫർ 27 ആരംഭിച്ച യാത്ര റബീഉൽ അവ്വൽ 8 മദീനയുടെ അതിർത്തി പ്രദേശത്തേക്ക് കടന്നു. ദിനവന എന്നോണം റബീഉൽ അവ്വൽ 1 മുതൽ തന്നെ ആളുകൾ ഇങ്ങനെ കാത്തിരിപ്പാണ് പ്രവാചകന്റെ ആഗമനത്തെ സംബന്ധിച്ച്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരിങ്ങനെ കാത്തിരിക്കും. ഈത്തപ്പനയുടെ മുകളിലും വലിയ മലയുടെ മുകളിലും കാത്തിരിക്കും. പ്രവാചകരുടെ ആഗമനം മദീനക്കാർക്ക് ആഘോഷമാണ്. പക്ഷെ അവർ കണ്ടില്ല, മടങ്ങിപ്പോയി. അവസാനം അങ്ങ് കുന്നിന്റെ മുകളിൽ കൃഷി ചെയ്യുന്ന യഹൂദി പ്രവാചകരുടെ ആഗമനം കാണുകയാണ്. ആ അബൂജഹൽ ചായ എത്തിയിട്ടുണ്ട്, അത്യാവശ്യമുള്ള ആളുകൾ പോയി കുടിക്കുക, ബുദ്ധിമുട്ടാവരുത്, സദസ്സാവരുത്, ഇടയ്ക്കിടെ കുറച്ച് ആളുകൾ പോയിട്ട് ചായ കുടിക്കാവുന്നതാണ്. ഇപ്പോൾ കൊടുക്കണം എന്നാ ചോദിച്ചത് അല്ലേ? എന്നാ സദസ്സിൽ കൊണ്ടുതരും, അവിടെ ഇരുന്നോളി, പോകണ്ട, പോയി കുടിക്കണ്ട, ചായ കുടിക്കും, ഇവിടെ കൊടുത്തോളി. അല്ല എല്ലാവരും പോയി വരുമ്പോൾ ബുദ്ധിമുട്ടല്ലേ? സദസ്സ് അനുകൂലപ്പെടണ്ട, വളണ്ടിയർമാർ ഇവിടെ കൊണ്ടുതരും. എന്താ പറഞ്ഞ്? മലയുടെ മുകളിൽ യഹൂദി വിളിച്ചു പറഞ്ഞു, മദീനക്കാരെ, നിങ്ങൾ ആഗ്രഹിച്ച അവർ വരുന്നുണ്ടല്ലോ. ആ വിളിയാളം കേട്ടപ്പോഴേക്ക് മദീനക്കാർ മുഴുവനും തടിച്ചുകൂടി. കുട്ടികളെല്ലാം പാട്ടുപാടി ത്വാലൽ ബദറു ചൊല്ലിക്കൊണ്ട് ആനയിച്ചു. ആളുകളെല്ലാം കൂടി പ്രവാചകനെ സ്വീകരിക്കുകയാണ്. പ്രവാചകർ ക്ഷീണിച്ചവശനായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 ആളും കൂടി മദീനയിലേക്ക് കടക്കവേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, ഞാൻ ആരാ, പ്രവാചകൻ ആരാന്ന് മദീനക്കാർക്ക് അറിയില്ല, പലർക്കും അറിയില്ല. അതുകൊണ്ട് ഞാൻ നബിയാണെന്ന് കരുതി ഒരു പക്ഷേ എനിക്ക് വേഗം സലാം പറഞ്ഞ് കൈ തന്നേക്കുമോ? അത് വേണ്ട എന്നോർത്തുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിരിച്ചിരുന്ന തട്ടം ചായ ഉള്ളിലേക്ക് തരൂല എന്നാ പറയുന്നത്. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇത് കഴിഞ്ഞിട്ടാവും, ഈ വിഷയം അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടാവാം. ആയിക്കോട്ടെ. ഇൻഷാല്ലാ നേരത്തെ എത്തിയാൽ കുഴപ്പമില്ല. ഈ ചായ ഒരു 9 മണിയോടുകൂടി. അപ്പം ഞാൻ വിശദമായി സംസാരിക്കത്തില്ല, ചുരുക്കാം. അപ്പം മദീനയിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം കണ്ടുകൊണ്ട് അവർ സന്തോഷിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, അദ്ദേഹം മഹാനവറുകൾ വേഗം അദ്ദേഹം തലയിൽ വെച്ചിരുന്ന തട്ടം എടുത്തിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ പറയുന്ന, നബി അങ്ങ് വെയിൽ കൊള്ളല്ലേ എന്ന്. അതിന് ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലെ ഒരാഗ്രഹം നബിയെ വെയിൽ കൊള്ളാതിരിപ്പിക്കുക മാത്രമല്ല, കാരണം ഇതുവരെ ഞാൻ വെയിലത്ത് നിന്നുകൊണ്ട് ഞാൻ വെയിൽ കൊള്ളാതിരിക്കുകയും അതുവരെ റസൂലുള്ള വെയിൽ കൊള്ളുകയും ചെയ്തു എന്നല്ല, നബി തങ്ങളുടെ തലയിൽ തട്ടം നേരത്തെയുണ്ട്. പക്ഷെ അത് കാണിക്കുന്നത് നബിയേ അങ്ങ് വെയിൽ കൊള്ളല്ലേ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം ഞാനല്ല നബി, ഇതാ നബി എന്നറിയിക്കുകയാണ്. അവർക്ക് മദീനക്കാർക്ക് പ്രാഥമികമായി തന്നെ നബിയെ തിരിച്ചറിയണമെന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വല്ലാത്തൊരാഗ്രഹമാണത്. നബി അങ്ങ് വെയിൽ കൊള്ളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തട്ടം നബി തങ്ങളുടെ തലയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഉച്ചത്തിൽ അദ്ദേഹം വിളിച്ചു പറയുകയാണ്. എല്ലാവരും ഇതാണ് നബി എന്ന് മനസ്സിലാക്കി കെട്ടിപ്പിടിച്ചു. നേരെ ബഹുമാനപ്പെട്ടവർ സ്വഹാബത്ത് അൻസാരികൾ എല്ലാവരും ചേർന്നുകൊണ്ട് സ്വഹാബിമാർ അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ച വീട് കുൽസും ബിനു അൽഹിദ് എന്ന് പറയുന്ന അൻസാരിയുടെ വീട്ടിലാണ്. ആ വീട്ടിൽ റസൂൽ താമസിച്ചത് കൊണ്ടാണ് ആ സ്ഥലം പിന്നെ മസ്ജിദുൽ ഖുബാ എന്നറിയപ്പെടുന്ന പള്ളി അവിടെ നിർമ്മിക്കപ്പെട്ടത്. അവിടെ റസൂൽ താമസിച്ചു. പിന്നീട് അവിടെ നിന്നുകൊണ്ട് റബീഉൽ അവ്വൽ 12 അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നുകൊണ്ടാണ് അബു അയ്യൂബ് അൻസാരി അവന്റെ വീട്ടിലേക്ക് റസൂൽ പോകുന്നത്. അവിടെ ഇടയ്ക്ക് വെച്ചുകൊണ്ട് ജുമഅ നിർവഹിക്കുന്നു. 100 സ്വഹാബിമാർ, അൻസാറുകളും മുഹാജിറുകളുമായ, മുഹാജിറുകൾ അങ്ങനില്ല, അൻസാറുകളായ മദീനക്കാരായ 100 ആളുകളെ വഴിയിൽ വെച്ചുകൊണ്ട് പല ആളുകളും ഇസ്ലാം മതം വിശ്വസിച്ചിട്ടുണ്ട്. വഴിയിൽ വെച്ചുകൊണ്ട് പ്രവാചകനെ മദീനയിലേക്ക് പോകുന്ന സമയത്ത് ചില ആളുകൾ പിന്നെയുമായി വന്നു ചേർന്നിട്ടുണ്ട്. എല്ലാവരും ചേർന്നുകൊണ്ട് 100 ആളുകൾ ചേർന്നുകൊണ്ട് അവിടെ ജുമഅ നിർവഹിച്ചു. പിന്നീട് റസൂലുള്ള അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ താമസിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുബൈബ് ഇബ്നു യൂസുഫ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലും താമസിച്ചു. റസൂലുള്ള താമസിച്ച വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് മസ്ജിദുൻ നബവി. ആ സ്ഥലത്ത് റസൂലുള്ള പിന്നീട് മസ്ജിദുൻ നബവി പണികഴിപ്പിക്കുകയാണ്. അവിടെ താമസിച്ചതിന്റെ ശേഷം
റസൂലുള്ളാഹിന്റെ പ്രബോധന പ്രവർത്തനങ്ങളാണ് പിന്നീട് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർത്ത് വെക്കേണ്ട 1-2 സംഭവം കൂടി പറഞ്ഞാൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന വാസ കാലഘട്ടത്തിൽ അതിശ്രേഷ്ഠമായിരിക്കുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മകള് സൈനബ് മദീനയിലേക്ക് വന്നിട്ടില്ല. സൈനബ് മക്കയിലാണ്. പിറ്റേ ദിവസം റസൂൽ അവിടെ താമസിച്ച് കുറച്ച് കഴിഞ്ഞ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. പ്രവാചകരുടെ ഭഗ്നിമാർ വരുന്നുണ്ട്. പ്രവാചകരുടെ മക്കളെല്ലാവരും വരുന്നുണ്ട്. പക്ഷെ സൈനബ് മാത്രം വരുന്നില്ല. കാരണം സൈനബിന്റെ ഭർത്താവ് അബു അസ് മുശ്രിക്കാണ്. അബു അസ് പ്രവാചകനെക്കോളം വിശ്വസിച്ചില്ല. പ്രവാചകനോട് എതിർപ്പൊന്നുമില്ല. പക്ഷേ ഖുറൈശികളെ പിണക്കണ്ട എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അബു അസ് മുസ്ലിമായില്ല. അങ്ങനെയാണ് ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് അബു അസ് മക്കയിൽ നിന്ന് പ്രവാചകനെ അനുയായികൾക്കെതിരെ യുദ്ധം നടത്തിക്കൊണ്ട് അബൂ ജഹലിന്റെ സംഘത്തിൽ അബു അസ് വരുന്നതും 70 ആളുകളെ പിടിക്കപ്പെട്ടപ്പോൾ ആ കൂട്ടത്തിൽ ഒരാളായി അബു അസ് പിടിക്കപ്പെടുന്നതും. അബു അസിനെ പിടിച്ചുകൊണ്ട് തടങ്കിൽ വെക്കപ്പെട്ട സമയത്ത് മോചിപ്പിക്കാൻ പ്രവാചകന് പറഞ്ഞത്, ഈ കൂട്ടത്തിൽ നിന്നുകൊണ്ട് അറിവില്ലാത്തവർക്ക്, പിടിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ അറിവുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവർക്ക് അറിവ് പകർന്നു കൊടുക്കുക. അതാണ് 1-ാം മോചന ദ്രവ്യം. അങ്ങനെ അറിവ് കൊടുത്താൽ അവരെ ഞങ്ങൾ മോചിപ്പിക്കാം, അല്ലെങ്കിൽ പണം തരണം, അല്ലാതെ മോചിപ്പിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മക്കയിൽ അറിവില്ലാത്ത ആളുകൾ പലരും അവരവരുടെ സംഭാവനകൾ മക്കയിൽ നിന്നുകൊണ്ട് മദീനയിലേക്ക് എത്തിച്ചു. അബു അസ് കൊടുക്കാൻ കയ്യിൽ ഒന്നുമില്ല. അബു അസ് നേരെ വീട്ടിലേക്ക് വിവരം അറിയിച്ചു. സൈനബാണ്, റസൂലുള്ളാഹിന്റെ മോളാണ്, മൂത്ത മകളാണ്, ഖദീജ ബീവിയുടെ മകളാണ്. സൈനബ് റളിയല്ലാഹു അൻഹു ഉള്ളതെല്ലാം പെറുക്കിയെടുത്തുകൊണ്ടൊരു കവറിലാക്കി, ഒരു സഞ്ചിയിലാക്കി. ഇത് മതിയാകുമോ അവർക്ക് എൻ്റെ ഭർത്താവിനെ മോചിപ്പിക്കാൻ? ആശ്ചര്യപ്പെട്ടുകൊണ്ട് അവർ കിട്ടിയതെല്ലാം വെച്ചുകൊണ്ട് കൊടുത്തയച്ചു. പ്രവാചക സന്നിധാനത്തിലേക്ക് ഓരോരുത്തരുടെയും മോചനദ്രവ്യം കൊണ്ടുപോയി കാണിക്കപ്പെട്ടു. ആ സമയത്ത് ഒരു കവർ തുറന്നപ്പോൾ പ്രവാചകർ ഞെട്ടിപ്പോയി. കാണുന്നത് സൈനബിന്റെ ചെയിന, സൈനബിന്റെ ആഭരണമാണ്, സൈനബിന്റെ ലോക്കറ്റുള്ള ഒരു ആഭരണമാണ്. അത് കണ്ട് പ്രവാചകൻ ഇങ്ങനെ കണ്ണുനീർ പൊഴിക്കുന്ന സമയത്ത് സ്വഹാബിമാർ അതിലേക്ക് നോക്കുന്നു. എന്താണിത്? സൈനബിന്റെ ചെയിനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ മകൾക്ക് വേണ്ടി വിവാഹ സമ്മാനം കൊടുത്തതാണ് അത് കരളാണ്. പ്രിയപ്പെട്ട ഖദീജയുടെ കരളാണ്. അത് സൈനബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഭരണമാണ്. അത് മറ്റൊരാൾ കൊടുക്കുന്നത് സൈനബിന് തീരെ ഇഷ്ടമല്ല. പക്ഷെ ഇതല്ലാതെ മറ്റൊന്നുമില്ല എന്നതുകൊണ്ടാണ് സൈനബ് തൻ്റെ ആഭരണം കൊടുത്തയച്ചിരിക്കുന്നത്. എന്നാൽ ഞാൻ ഇതെന്ത് ചെയ്യണം? ഞാൻ ഇത് എടുക്കാതെ കൊടുത്താൽ ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി പക്ഷം കാണിച്ചു എന്ന് വരും. പ്രവാചകനെ കരയുക മാത്രമാണ് ചെയ്യുന്നത്. സ്വഹാബിമാർ അതിലേക്ക് നോക്കി. അത് സൈനബിന്റെ കരളാണ്, സൈനബിന്റെ ലോക്കറ്റാണ്. നമുക്കെന്തെങ്കിലും നബിയെ ഇതുകൊണ്ട് പിന്തിരിപ്പിക്കാം. പ്രവാചകരെ സമീപിച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ പറഞ്ഞു, അങ്ങ് സമ്മതിച്ചാൽ നമുക്ക് മറ്റു പല സാധനങ്ങളെ കൊണ്ടും തൃപ്തിപ്പെടാലോ. വേറെ ഉണ്ടല്ലോ കൊടുത്തയച്ചതിൽ സൈനബ്. അതുകൊണ്ട് ആ മോചനദ്രവ്യം കണക്കാക്കി നമുക്ക് അബു അസിനെ മോചിപ്പിച്ചുകൂടെ? ഈ ചെയിൻ നമുക്ക് സൈനബിന് തിരിച്ചു കൊടുത്തുകൂടെ എന്ന് സ്വഹാബിമാർ ചോദിച്ചപ്പോൾ പ്രവാചകർ പറഞ്ഞു, ഞാൻ പറയില്ല, നിങ്ങൾക്കങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കാവാം, പക്ഷെ ഞാൻ ഒരാൾക്ക് പക്ഷം ചേർന്നുകൊണ്ട് പറയില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണ്, ഈ സംഘം തീരുമാനിച്ചിരിക്കുന്നു. അതോടുകൂടി സൈനബിന്റെ ആഭരണം തിരിച്ചു കൊടുത്തു. സൈനബ് അത് കണ്ടുകൊണ്ട് കരയുകയാണ്. അബു അസ് അതും കൊണ്ട് സൈനബിന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, സൈനബേ, നിന്റെ വാപ്പ നല്ല മനുഷ്യനാണ്, നിന്റെ വാപ്പ സ്നേഹവായ്പുള്ള ആളാണ്. ഞാൻ താമസിച്ചപ്പോൾ കിട്ടിയ സ്നേഹം വല്ലാത്തതാണ്. പക്ഷെ എനിക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഈ ഖുറൈശി കിങ്കരങ്ങാടെ മുമ്പിൽ ഞാൻ മുസ്ലിമായാൽ എൻ്റെ ജീവിതം തടയപ്പെടും. അതുകൊണ്ട് സൈനബേ, നീ പോയിക്കോ എന്ന് പറഞ്ഞു. സൈനബ് റളിയല്ലാഹു അൻഹു 4 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൂട്ടി സൈനബ് പോവുകയാണ്. അബു അസ് പറഞ്ഞു, കൂട്ടത്തിൽ കൊണ്ടുപോകാൻ നിനക്ക് ഞാൻ സെയ്ദ് ബിൻ ഹാരിസിനെ ഏൽപ്പിച്ചു തരാം. അദ്ദേഹത്തെയും കൂട്ടി വഴിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ദീനുവ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചുകൊണ്ട് തടയപ്പെട്ടു. കിങ്കരന്മാരായ അതിർത്തി പ്രദേശത്തെ പട്ടാളക്കാർ, അബൂജഹലിന്റെ ആളുകൾ, കൊല്ലപ്പെട്ട അബൂജഹലിന്റെ, ഉത്ബത്തിന്റെ, ഷൈബത്തിന്റെ പിന്മുറക്കാർ, അവർ പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുന്നവരാണ്. വഴിയിൽ വെച്ചുകൊണ്ട് സൈനബ് പോകുന്നത് കണ്ടപ്പോൾ തടയപ്പെട്ടു. സൈനബിനോട് പറഞ്ഞു, ഇനി ഒറ്റ കുട്ടി മദീനയിലേക്ക് പോകാൻ പാടില്ല, നിനക്കറിയില്ലേ പോകാൻ പാടില്ല എന്ന്, അതുകൊണ്ട് മടങ്ങിക്കോ എന്ന് പറഞ്ഞു. പക്ഷെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. സൈനബിന്റെ ആ കുതിരപ്പുറത്ത് കിടത്തിക്കൊണ്ട് തന്നെ പ്രിയപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തു. അവസാനം നടുവിൽ കിടന്നുകൊണ്ട് അബൂ സുഫിയാൻ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, സൈനബിനെ കൊല്ലരുത്, സെയ്ദിനെ കൊല്ലരുത്, ഞാൻ ഇവിടെ ഇടപെട്ടോട്ടെ.
നേരെ ചെന്നുകൊണ്ട് സെയ്ദിനടുത്ത് വന്നുകൊണ്ട് സാക്ഷാൽ അബൂ സുഫിയാൻ പറഞ്ഞു, നിനക്കറിയില്ല മോനെ, ഇപ്പൊ നീ മദീനയ്ക്ക് പോകല്ല. കലുഷിതമാണ് രംഗം മുഴുവനും. ഞങ്ങളുടെ ഒക്കെ നേതാവായ അബൂജഹൽ കൊല്ലപ്പെട്ടില്ലേ, ഉത്തുബത്ത് പോയില്ലേ, ഷൈബത്ത് പോയില്ലേ, നമ്മുടെ ധനം പോയില്ലേ, നമ്മുടെ പലരും പോയില്ലേ. ഈ സമയത്ത് പ്രതികാര ദാഹികളാണ് മക്കക്കാർ മുഴുവനും. അതുകൊണ്ട് ഇപ്പൊ മദീനയിലേക്ക് പോകുന്നത് ശരിയല്ല, ഇനി പോകല്ല, മടങ്ങ്, ശാന്തമാവട്ടെ, പിന്നീട് പോകാം. വീണ്ടും വർഷങ്ങൾ കാത്തിരിക്കുന്നു. അബൂസ് ഇടക്കിടക്ക് പറയുന്നു സൈനബിനോട്, പോകാൻ സമയമായ നീ പോകണം കേട്ടോ. അവസാനം ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ സൈനബ് നേരെ മകനെയും കൂട്ടി കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് മദീനയിലേക്ക് പോകുന്നു. പ്രവാചകരുടെ സന്നിധാനത്തിലേക്ക് എത്തിച്ചേരുന്നു. പ്രവാചകർ സൈനബിനെ സ്വീകരിക്കുന്നു. മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അബൂ അസം ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി മദീനയിലേക്ക് എത്തുകയാണ്. പ്രവാചകരുമായി കൊണ്ട് സമ്പർക്കം പുലർത്തുന്നു. ഇസ്ലാമിക പ്രബോധനം അവിടെ വെച്ചുകൊണ്ട് അവരും ആരംഭിക്കുകയാണ്. അങ്ങനെ ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല. മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമ്മുടെ മുമ്പിലുള്ള വലിയ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഹിജറയെ കണക്കാക്കപ്പെടേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട നിരവധി ചരിത്രങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതുമുണ്ട്. ഹിജ്റ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നവോത്ഥാനത്തിന്റെ ഏറ്റവും വലിയൊരു ചാലക ശക്തിയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹിജ്റ ഒരു പലായനമെന്നോ ഒളിച്ചോട്ടമെന്നോ കരുതരുത്. ഹിജ്റ നവോത്ഥാന യാത്രയാണ്. ഹിജ്റ പുരോയാനമാണ്. ഹിജ്റ ഇസ്ലാമിന്റെ വഴിത്തിരിവാണ്, പ്ലാനിംഗ് ആണ്, ആസൂത്രണമാണ്. അതിനെല്ലാം നമുക്ക് മാതൃകയുണ്ട്. നമുക്കെല്ലാം അതിൽ പകർത്താൻ ഒട്ടേറെയുണ്ട്. ഹിജ്റയിൽ നിന്നുകൊണ്ട് പകർന്ന് നേടാനുള്ള ശ്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബിമാരുടെയും ഒക്കെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. ഹിജ്റ നൽകുന്ന ആവേശത്തിൽ അല്ലാഹു നമുക്ക് പ്രധാനമായി നമുക്ക് ശക്തി, ഊർജവും ഐക്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹിജ്റയെ അവലംബിച്ചുകൊണ്ടാണ് കലണ്ടർ ഉണ്ടായത്. കലണ്ടർ ഉണ്ടാക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്കൊരു കലണ്ടർ വേണം. എന്തായിരിക്കണം കലണ്ടറിന്റെ അടിസ്ഥാനം? ചിലർ പറഞ്ഞു റസൂലുള്ളാഹിന്റെ ജന്മമാവാം, ചിലർ പറഞ്ഞു റസൂലുള്ളാഹിന്റെ നുബുവത്താവാം, ചിലർ പറഞ്ഞു റസൂലുള്ളാഹിന്റെ വഫാത്താവാം. എല്ലാം ചർച്ച ചെയ്യപ്പെട്ടു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്രയാ ഹിജ്റയാവാം. എല്ലാവരും അതിനെ അംഗീകരിച്ചു. കാരണം ഹിജ്റ നവോത്ഥാനമാണ്, വഴിത്തിരിവാണ്. അതുകൊണ്ട് തന്നെ അംഗീകരിക്കപ്പെട്ടു. എന്നാൽ മാസം 1 ഏതായിരിക്കണം? മാസം 1 ചിലർ പറഞ്ഞു റബീഉൽ അവ്വൽ ആവാം, ചിലർ പറഞ്ഞു റമളാനാവാം, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമല്ലേ. ചിലർ പറഞ്ഞു ഹജ്ജ് കഴിഞ്ഞെത്തുന്ന മാസം മുഹറമാണ്, അതാവാം. മുഹറം എന്ന വാക്ക് പറയുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ്. അതിന് അംഗീകാരം കിട്ടി. കാരണം ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് സ്മരണകളുള്ള, പവിത്രതയുടെയും പരിശുദ്ധിയുടെയും സവിശേഷതയുടെയും ഗുണഗണങ്ങളുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മുഹറം 10. അതുകൊണ്ട് മുമ്പേ അറബികൾ എണ്ണി പോരുന്നത് മുഹറമാണ്. അതുകൊണ്ട് മുഹറം ഹിജ്റയുടെ 1-ാം മാസമായും ഹിജ്റ വർഷം 1-ാം ഇസ്ലാമിന്റെ കലണ്ടറായും അംഗീകരിച്ചുകൊണ്ട് ക്രിസ്താബ്ദം 622 സാക്ഷാൽ ഹിജ്റ കലണ്ടർ ആരംഭിക്കുകയാണ്. നമുക്ക് ന്യൂ ഇയർ ഹിജ്റ 1-ആണ്, മുഹറം 1-ആണ്. നമുക്ക് ന്യൂ ഇയർ അതാണ്, ജനുവരി 1 അത് ആംഗലേയമാണ്. പക്ഷെ ഇസ്ലാമികപരമായ ചരിത്രം ഇന്ന് നമ്മുടെ പല കലണ്ടറുകളിലും ഹിജ്റയുടെ തീയതി അരികെ പറ്റി നിൽക്കുന്നു. ചിലത് തൂങ്ങി വീണു പോയിക്കൊണ്ടിരിക്കുന്നു, ചിലത് മായ്ക്കപ്പെട്ടിരിക്കുന്നു, ചിലത് പിടിച്ചു നിൽക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം തീർച്ചയാണ്, ഇസ്ലാമിക ചരിത്രവും ഹിജ്റയുടെ ഓർമ്മകളും നിലനിൽക്കുന്ന കാലത്തോളം മുസ്ലിം ലോകം ഹിജ്റ കലണ്ടറിനെ അവലംബിക്കുക തന്നെ ചെയ്യും. പുതുവർഷത്തിന്റെ പുലരിയെ പുൽകാൻ കഴിഞ്ഞ നാളുകളുടെ എല്ലാ തിന്മകളെയും തുടച്ചു മാറ്റി നന്മയെ മാത്രം സ്വീകരിച്ച് പുതിയുഗ പുറവിയിൽ കഴിഞ്ഞ കാലഘട്ടത്തിന്റെ തിന്മകൾ മായ്ക്കപ്പെട്ട സൽപരമായ പ്രവർത്തനങ്ങളെ ആവർത്തിച്ചു ചെയ്യാനും പുതിയൊരു ജീവിതം ആരംഭിക്കുവാനുള്ള പ്രതിജ്ഞയോടുകൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് മുഹറമിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.